PSC പരീക്ഷയിലെ മാത്സ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ഒക്കെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന അടുത്ത വർഷം ഏതാണ് എന്നൊക്കെ PSC ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാം. എങ്ങനെയാണ് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരള PSC ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. പലപ്പോഴും കേരള PSC ഒറ്റയാൻ ആര് എന്നൊരു ചോദ്യം ചോദിക്കുകയും അത് എപ്പോഴും എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ആക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ടെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 5 പൂജ്യം, അതല്ലേ 1 ലക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ഡിവൈഡ് ബൈ 100 ചെയ്താൽ 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ടെന്ന് കിട്ടും. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിയാൽ പിന്നെ അവശേഷിക്കുന്നത് 1000 ആണ്. അതിനർത്ഥം 1 ലക്ഷത്തിൽ 1000 100 ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് 93ാമത്തെ ചോദ്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചതിലേക്ക് വരാം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? ഈ ഒരു ചോദ്യം നമ്മൾ ഓപ്ഷനിലൂടെ പോകുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ എക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ആദ്യം ഓപ്ഷനിലൂടെ പോയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് മാറും. എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? അപ്പൊ അവിടെ അപ്പുവിന്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ABCD എന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഖ്യകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പുവിന്റെ പ്രായമാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഓപ്ഷൻ എ പിക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ 3 എടുത്തിരിക്കുന്നു. അപ്പുവിന്റെ പ്രായം 3 ആണെന്ന് എടുത്തിരിക്കുന്നു. അപ്പൊ ആദ്യ കണ്ടീഷൻ എന്താണ്? അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. അപ്പൊ 3 × 9 എന്താ? 27 അല്ലെ? 3 × 9 ചെയ്താൽ 27. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെ പ്രായം 12 അല്ലെ? 3 + 9 12. അപ്പോൾ അമ്മയുടെ പ്രായം എന്താ? 27 + 9 36. നോക്ക്, 9 വർഷം കഴിയുമ്പോൾ 12ന്റെ 3 മടങ്ങല്ലേ 36. അപ്പൊ ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ കണ്ടീഷൻ ഒന്നും പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ഓപ്ഷനിൽ പോയിട്ട് ആ നമ്പർ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതാണ് ശരിയാണോ എന്ന് മനസ്സിലാക്കുന്നു. അത് ശരിയാണെങ്കിൽ നമ്മുടെ ഉത്തരം അതായിരിക്കും. നിലവിലെ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ എക്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യും. അതായത് അപ്പുവിന്റെ പ്രായം ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9x ആയിരിക്കും. അപ്പുവിന്റെ പ്രായം ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്താൽ അമ്മയുടെ പ്രായം 9x. 9 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ x + 9 ആയിരിക്കും അപ്പുവിന്റെ പ്രായം. 9x + 9 ആയിരിക്കും അമ്മയുടെ പ്രായം. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 9x + 9 എന്ന് പറയുന്നത് അപ്പുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. അപ്പൊ എന്താണ്? 3 × x + 9 = 9x + 9 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 3x + 27 = 9x + 9 എന്നാണ് വരിക. തുടർന്ന് നമ്മൾ ഈ എക്സ് ഉള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ 9x - 3x എന്ന് വരും. ഇത് നമുക്കിവിടെ 6x എന്ന് കിട്ടും. ഇനി ഈ 9 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 27 - 9 എന്നാണ് വരിക. 27 - 9 എന്ന് പറയുമ്പോൾ എന്താണ്? 18 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 18/6 ആണ് നമുക്കിവിടെ എക്സ് എന്ന് പറയുന്നത്. അതായത് 3 എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ അപ്പുവിന്റെ പ്രായമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുവിന്റെ പ്രായം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി ഫോളോ ചെയ്യുക. ഇനി റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം. പക്ഷേ ഈ ഒരു ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓപ്ഷനിലൂടെ പോയിട്ട് കണ്ടുപിടിക്കുകയായിരിക്കും നല്ലത്. അപ്പൊ ഏത് ചോദ്യം എങ്ങനെയെല്ലാമാണ് കണ്ടുപിടിക്കുക എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓപ്ഷനിലൂടെ പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ റേഷ്യോ മെത്തേഡിലൂടെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മളിപ്പോൾ എക്സ് ഒക്കെ ഇട്ട രീതിയിലായിരിക്കും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. ഈ ഒരു ചോദ്യം നമ്മൾ എങ്ങനെയാണ്? ഓപ്ഷനിലൂടെ പോയിട്ട് കണ്ടുപിടിക്കുകയാണ് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമതാണ്. അപ്പൊ രാമൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. ആ ക്യൂവില് മുന്നിൽ നിന്ന് അദ്ദേഹം 9ാമതാണ്. രാമൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിന്നിൽ നിന്ന് 15ാമത് എന്നാണ് പറയുന്നത്. 15ാമതാണ്. അപ്പൊ ആ ക്യൂവിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? മുന്നിൽ നിന്നുള്ള ആ ഒരു ഇത് പ്ലസ്
പിന്നിൽ നിന്നുള്ള നമ്പർ -1 ചെയ്താൽ മതി. 9 + 15 24, 24നോട് 1 കുറച്ചാൽ 23 കിട്ടുക. എന്തുകൊണ്ടാണ് -1 ചെയ്തത്? ഈ രാമന്റെ ഈ ഒരു പൊസിഷൻ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോഴും പിന്നിൽ നിന്ന് നോക്കുമ്പോഴും കണക്കാക്കുന്നുണ്ട്. ഒരു തവണ കണക്കാക്കിയാൽ മതി, അതുകൊണ്ടാണ് അവിടെ -1 ചെയ്തത്. ഇത് നമുക്ക് പല ഘട്ടങ്ങളിലും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്ന, സിമ്പിൾ ആയിട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒരാള് മുന്നിൽ നിന്ന് ഇത്രാമതാണ്, പിന്നിൽ നിന്ന് ഇത്രാമതാണ്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ഇത്രാമത് തരും, ടോട്ടൽ എത്രാമത് തരും, പിന്നിൽ നിന്നാണെങ്കിൽ അദ്ദേഹം എത്രാമത്തെ പൊസിഷനിലാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന ആ ഒരു ലോജിക്കാണ്. അതായത് മുന്നിൽ നിന്നുള്ളത് ഞാനിവിടെ M ആയിട്ട് എടുക്കുന്നു, പിന്നിൽ നിന്നുള്ളത് ഞാനിവിടെ N ആയിട്ട് എടുക്കുന്നു. M + N - 1 ചെയ്താൽ ടോട്ടൽ ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അതായത് 23 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്: 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ഒരു ലോജിക്ക് നമുക്ക് അറിയാമെങ്കിൽ, അതായത് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് അറിയാമെങ്കിൽ, ഇനി ഏതൊരു പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോ കൃത്യമായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇത് 2024 നടത്തിയ പരീക്ഷയിൽ ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബേസിക് പഠിപ്പിക്കാം. തന്നിരിക്കുന്ന വർഷം നമ്മൾ എടുക്കുന്നു, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. തന്നിരിക്കുന്ന വർഷം നമ്മൾ എടുക്കുന്നു, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം കിട്ടുന്നത്, ചിലപ്പോ നമുക്ക് 4 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോ സിസ്റ്റം ഒന്നുമില്ലാതെ 0 നമുക്ക് കിട്ടാം. അതുപോലെ സിസ്റ്റം 1 കിട്ടാം, സിസ്റ്റം നമുക്ക് 2 കിട്ടാം, സിസ്റ്റം നമുക്ക് 3 കിട്ടാം, അല്ലെ? 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം 3 വരെയാണ് നമുക്ക് സിസ്റ്റം കിട്ടുക. ഇനി പൂർണ്ണമായിട്ടും ആ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും നമ്മുടെ സിസ്റ്റമായിട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. 1 ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 4 വെച്ചിട്ട്, അപ്പൊ നമുക്ക് സിസ്റ്റം 1 കിട്ടിയെങ്കിൽ നമുക്ക് സെയിം വർഷം വീണ്ടും എപ്പോഴാണ് ആവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്ന വർഷത്തോട് എന്ത് ചെയ്താൽ മതി? 6 കൂട്ടിയാൽ മതി. തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടിയാൽ മതി. ഇനി നമുക്ക് ലഭിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 2ഉം അതുപോലെ സിസ്റ്റം എന്ന് പറയുന്നത് 3ഉമാണെന്ന് വിചാരിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന വർഷത്തെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 3ഉം ആണ് നമുക്ക് സിസ്റ്റം കിട്ടുന്നെങ്കിൽ, ചിലപ്പോൾ നമുക്ക് സിസ്റ്റം 2 കിട്ടാം, ചിലപ്പോൾ നമുക്ക് സിസ്റ്റം 3 കിട്ടാം. ഈ 2 കേസിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം നമ്മളെ എത്ര കൂട്ടിയാൽ മതി? 11 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറ്റും? അതേ വർഷത്തിന്റെ സമാനമായ കലണ്ടർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് അല്ലെങ്കിൽ വർഷമാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റം 0 ആയിരിക്കും. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വർഷത്തോട് നമ്മൾ 28 കൂട്ടണം, തന്നിരിക്കുന്ന വർഷത്തോട് നമ്മൾ 28 കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സമാനമായ വർഷത്തിന്റെ കലണ്ടറുള്ള അടുത്ത വർഷം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ ചോദ്യം തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാൻ 2024 എന്ന് പറയുന്ന വർഷമാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അതിനെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവസാനിക്കുന്നത് 24. അത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2024 പൂർണ്ണമായിട്ടും 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം സിസ്റ്റം എന്ന് പറയുന്നത് 0 ആണ്. അതായത് 2024 സമാനമായിട്ടുള്ള വർഷം ഉള്ള കലണ്ടർ ഇനി എപ്പോഴാണ് വരിക? 2024 സിസ്റ്റം 0 ആണെങ്കിൽ എന്ത് പറഞ്ഞു? 28 കൂട്ടാൻ പറഞ്ഞു. അപ്പൊ 28 കൂട്ടിയാൽ നമുക്ക് അവിടെ കിട്ടേണ്ടത് എത്രയാണ്? 2052 എന്നാണ് കിട്ടുക. അതായത് 2024 അതേ കലണ്ടർ, അതേ തീയതി, അതേ ദിവസത്തിലൊക്കെ വരുന്ന സെയിം കലണ്ടർ നമുക്ക് എവിടെ കിട്ടും? 2052 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? 2052 ആണ്. അതായത് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മറ്റൊരു വർഷം കൂടി എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാനിവിടെ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് 1990. ആ ഒരു വർഷം എടുക്കാം. 1990 എന്ന് പറയുന്ന വർഷം എടുത്തു. ഇതിനെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്കറിയാം 4 വട്ടം 16, പിന്നെ ഇവിടെ 39. 39ൽ നമുക്ക് 36, 9 × 4 36, സിസ്റ്റം അവിടെ 3, 30 പോവും.
അപ്പൊ 7 ഇൻറ്റു 4 എന്താ 28, സിസ്റ്റം 2. ഇപ്പൊ കിട്ടിയിരിക്കുന്ന സിസ്റ്റം എത്രയാ? 2 എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞിരുന്നു സിസ്റ്റം 0 ആണെങ്കിൽ 28 കൂട്ടുക, സിസ്റ്റം 1 ആണെങ്കിൽ 6 കൂട്ടുക, 2ഉം 3ഉം ആണ് സിസ്റ്റം വരുന്നെങ്കിൽ 11 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 11 ആണ് നമുക്ക് ഇവിടെ കൂട്ടേണ്ടത്. സിസ്റ്റം 2 ആണ് വന്നിരിക്കുന്നത്. 1990 കൂട്ടണം 11 ചെയ്താൽ 2001 കിട്ടും. അതായത് 1990ന്റെ സമാനമായ കലണ്ടർ നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? 2001 ലഭിക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇങ്ങനത്തെ ചോദ്യം ചെയ്യേണ്ടത്. ഇത് നല്ലൊരു ചോദ്യമാണ്. ചിലപ്പോൾ ഇത് പലരും പഠിക്കാതെ പോകുന്നതായിരിക്കും. ആ ഒരു കേസിൽ എന്താണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ചോദ്യം തന്നെയായിരിക്കും. കാരണം ഈ ഒരു തിയറി അറിയെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോ ഈ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നും അത് ഗുണപ്രദമായിരിക്കും നിങ്ങളുടെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ സംഖ്യകൾ ഓർക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് ഞാൻ അങ്ങനെ ഓർത്തു വെക്കുന്നു, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാമെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താണ്, ഇയർ ബൈ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം 0 വരാം, സിസ്റ്റം 1 വരാം, സിസ്റ്റം 2 വരാം, സിസ്റ്റം 3 വരാം. ഇവിടെ 1 ആണെങ്കിൽ 6 ആണ് വരുന്നത്, തുടർന്ന് 2, 3 ആണെങ്കിൽ 11 ആണ് വരുന്നത്, 0 ആണെങ്കിൽ 28 ആണ് വരുന്നത്. ഇതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അവിടെ നോക്കുക, നമ്മൾ ആദ്യം 1-ൽ നിന്ന് തുടക്കം കുറിക്കാം. 1-ൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അവിടെ 6, അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇയർ എന്ന് പറയുമ്പോൾ 6 അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് 1 ആണെങ്കിൽ 6 ആണെന്ന് ഓർക്കാം. തുടർന്ന് വരുന്ന 2 സിസ്റ്റങ്ങൾ 2ഉം 3ഉം ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ആ 5 ഈ 6നോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. അപ്പൊ 2, 3 ആണ് വരുന്നെങ്കിൽ കൂട്ടേണ്ടത് എന്താണ്? 11 ആണ് കൂട്ടേണ്ടത്. ഇനി ഈ സിസ്റ്റം 0 ആണ് വരുന്നെങ്കിലോ ഈ 2, 3 ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. എന്താണ്, 3നെ തിരിച്ചും കൂടി ഒന്ന് വരയ്ക്കുക. 2, 3 ഇങ്ങോട്ട് എടുത്തേ, എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. അപ്പൊ എന്താണ്, 28 എന്ന് കിട്ടി. അതായത് പിന്നെയുള്ള ഒരു കണ്ടീഷൻ 0 വരിക എന്നതാണ്. അപ്പൊ എന്താണ് കൂട്ടുന്നത്? 28 ആണ് കൂട്ടേണ്ടത്. ഒരു വട്ടം ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പൊ നിങ്ങൾ മനസ്സിലത് പിന്നീട് കിട്ടുന്നതായിരിക്കും. പരീക്ഷ ഹാളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ അപ്പം കടന്നു വരികയും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതുമായിരിക്കും. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? 2052 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3 + 6 + 9 പ്ലസ് ഇങ്ങനെ തുടർന്ന് 19 വരെ പോവുകയാണ്. ഇവിടെ നമുക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള സമ്മൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്താണ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n × n + 1/2 എന്ന് പറയുന്ന സൂത്രവാക്യം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n × n + 1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം n². ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 3 + 6 + 9 തുടർന്ന് അങ്ങനെ പോവുകയാണ് 90 വരെ. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം 3ന്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പർ ആണ്. അതായത് ഇവിടെ 3 × 1 ആണ്, ഇവിടെ 3 × 2 ആണ്, ഇവിടെ 3 × 3 ആണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, 3 × 13 ആണ്. ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 3 അല്ലേ കോമൺ ആയിട്ട് വരുന്നത്. അതിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അതിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 1 + 2 + 3 അങ്ങനെ തുടർന്ന് എന്താണ് 30 വരെ. ഇപ്പൊ നോക്ക്, 1 + 2 + 3 അങ്ങനെ തുടർന്ന് 30 വരാന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക ഗുണിക്കണം ഈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ n × n + 1/2 അല്ലേ? അതായത് 30 × 31/2 അല്ലേ? ഇതിനെ എങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ഇനി 15 × 31 ആണ്. അപ്പൊ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി 15 × 30 + 1 ചെയ്യാം. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ചെയ്യാം. 15 × 30, 15 × 3 45 ആണ്. പിന്നെ ഒരു 0 ഇടുമ്പോൾ 450 + 15 ചെയ്താൽ മതി. അപ്പൊ 450 + 15 465 എന്ന് കിട്ടും. 15 × 3 എത്രയാണ്? 15 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 45 അല്ലേ? 15 × 3 45. അപ്പൊ 450 + 15 എത്രയാണ്? 465. അതേ ഇൻറ്റു എന്ത് ചെയ്യണം? ഈ പുറത്തുള്ള 3 വെച്ചിട്ട് ഗുണിക്കണം. × 3 ഗുണിക്കണം. അപ്പോഴോ i3 15. ഇനി 6 3 18 + 1 19. ഇനി 4 3 12 + 1 13. 1395 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1395 എവിടെയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അവസാനമൊക്കെ ഞാൻ ചെയ്ത കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്
എനിക്ക് എളുപ്പമായുള്ള രീതിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിലും എളുപ്പമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷെ എങ്ങനെയാണ് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നതിന്റെ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, രക്തബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ മാത്സ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുള്ളൂ, എളുപ്പമാകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഉത്തരം നോക്കുക, ഇത് കമ്പയർ ചെയ്ത് നോക്കുക, ശരിയാണോ നിങ്ങൾ ചെയ്തതെന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ പാസ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം സ്വയം ചെയ്യുക. അതിനുശേഷം ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന്, ശരിയായിട്ടുള്ള ഉത്തരമാണോ കിട്ടിയതെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എ ബിയുടെ അച്ഛനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. കൃത്യമായിട്ട് വായിക്കണം. എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്. എ എന്ന് പറയുന്നത് ബിയുടെ അച്ഛൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് എ എന്ന് പറയുന്നത് പുരുഷനാണ്. അപ്പൊ പുരുഷനെ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആ ഒരു സിമ്പിൾ ആണ് ഇടുന്നത്. അതേപോലെ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലസ് എന്ന് പറയുന്ന സൈനും അതിനോടൊപ്പം ചേർക്കും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം, ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ എന്റെ ജെൻഡർ മാത്രമേ അറിയുള്ളൂ. എ ബിയുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് എ എന്ന് പറയുന്നത് പുരുഷനാണെന്ന് നമുക്കറിയാം. അടുത്ത് നോക്കുക, സി ഡിയുടെ സഹോദരനാണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സിനെ ഡിയെയും ബന്ധിപ്പിക്കാൻ പറ്റില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക, ഈ സിയുടെ അമ്മയാണ്. അടുത്തതിലേക്ക് വരിക, ബിയും ഡിയും സഹോദരന്മാരാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാലോ. നോക്ക്, ബിയും ഡിയും സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ബിയും പുരുഷനാണ്, ഡിയും എന്താണ്, പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കുക, സി ഡിയുടെ സഹോദരനാണ്. സി ഡിയുടെ സഹോദരനാണെന്ന് പറയുമ്പോൾ എയുടെ പുത്രനാണ്. അപ്പൊ സിയും എന്താണ്, പുരുഷനാണ്. അടുത്തെന്താ പറഞ്ഞത്, ഈ സിയുടെ അമ്മയാണ്. ഈ സിയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ എയുടെ ഭാര്യയാണ്. എയുടെ ഭാര്യയാണ്. അപ്പൊ ഈ എന്താണ്, സ്ത്രീയാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്, ഇക്ക് എയുമായുള്ള ബന്ധം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്ക് എയുമായുള്ള ബന്ധം. ഈ എയുടെ ആരാണ്? അപ്പൊ എന്താണ്, ഇ എന്ന് പറയുന്നത് ഭാര്യയാണ്. ആരാണ്, ഭാര്യയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ, ഭാര്യ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ഒരു രീതിയിൽ വളരെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും വായിക്കുക. ചിലപ്പോൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ്, എ ബിയുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ തിരിച്ചെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ, അതായത് ബി എന്ന് പറയുന്ന എയുടെ അച്ഛനാണെന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവാതെ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷന്റെ സമയത്ത്, ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങാനും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഉത്തരം തെറ്റിപ്പോകും. അപ്പോ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് സാവധാനം എന്ത് ചെയ്യണം, ക്ഷമയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ഉത്തരം എന്താണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഭാര്യ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത്, ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് HORSC എന്ന് ആണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ILGDC ഇവിടെ നോക്കുക, എങ്ങനെയാണ് FMPQCയിൽ നിന്ന് HORSCയിലേക്ക് വന്നത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ABCDEF GH, എഫ് കഴിഞ്ഞിട്ട് G, അതിനുശേഷം H എഴുതി. ഇനി M കഴിഞ്ഞിട്ട് HJKLM NO, PQR, പിന്നെ QRS, CDE. ഇപ്പം എങ്ങനെയാണ് ആ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. എഫ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ എടുത്തില്ല, അതിനുശേഷം വരുന്ന ലെറ്റർ എടുത്തു. എം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ ഇവിടെ എന്താണ്, ILGDC ആണ്. HIJK, അപ്പൊ ഇവിടെ K വരും. നോക്കുക, K വെച്ചിട്ട് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളേ. ഇനി അങ്ങനെ എന്ത് ചെയ്യാൻ പാടണ്ട, അടുത്ത കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒറ്റ ഓപ്ഷനേ അവിടെ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓപ്ഷനിലേക്ക് പോയിട്ട് ആ ഒരു ഘട്ടത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഡിവിഷൻ എന്നത് മൾട്ടിപ്ലിക്കേഷനും, മൈനസ് എന്നത് പ്ലസും, പ്ലസ് എന്നത് മൈനസും, ഇൻറ്റു എന്നാൽ ഡിവിഷനുമാണ് എങ്കിൽ 4/3 - 2 + 6 × 3 വില എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷനിലേക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഇപ്പൊ 4/3 എന്നല്ലേ, അപ്പൊ ഡിവിഷൻ എന്നത് ഇൻറ്റു എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ 4 × 3 എന്ന് വരും. മൈനസ് എന്നാൽ പ്ലസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ +2 എന്നാണ് വരിക. ഇനി പ്ലസ് എന്നാൽ മൈനസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ -6 എന്ന് വരും. ഇൻറ്റു എന്നാൽ ഡിവിഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. /3 എന്ന് വരും. ബോട്ട് മാസ് അപ്ലൈ ചെയ്തിട്ട് വേണം എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ആദ്യം നമ്മൾ 4 × 3 ഉം 6/3 ചെയ്യുക. 4 × 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 12 എന്ന് വരും. +2 - 6/3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 എന്നാണ് വരിക. 2 - 2 ഇവിടെ എന്താ, 0 ആണ്. 12 + 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 12 എന്നാണ് കിട്ടുക. അപ്പൊ 99ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് 99ാമത്തെ ചോദ്യമാണ്.
എന്താണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരേണ്ടത്? 12 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 99ാമത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യ എടുക്കുക. ഇപ്പൊ ഞാനിവിടെ 3 എടുത്തു, 5 എടുത്തു, 3ഉം 5ഉം എടുത്തു. ആദ്യത്തെ കേസ് 3/5, ഒരിക്കലും അതെന്ത് കിട്ടത്തില്ല, ഒരു ഇരട്ട സംഖ്യ കിട്ടത്തില്ല. ഇനി 3 × 5, 5 × 3 എന്താ കിട്ടുക? 15. അപ്പൊ x × y തെറ്റാണ്. ഇനി അടുത്ത് നോക്ക്, x + y, 5 + 3 8 കിട്ടും. അപ്പൊ അതാണ് ശരി. ഇനി x⁻y ഒന്നും അവിടെ ചെയ്ത് നോക്കണ്ട. എന്താണ്? x3/5 ആണ്, അതൊരിക്കലും കിട്ടത്തില്ല. അപ്പൊ നമുക്കിവിടെ സി ആണ് ഉത്തരമായിട്ട് വരിക. 100 എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിൽ ആണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലുമൊക്കെ എടുക്കുക, എന്നിട്ട് അത് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇരട്ട സംഖ്യ എപ്പോഴാണ് കിട്ടുക എന്ന് നോക്കുക, നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇയറിന്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും മറക്കാത്ത രീതിയിൽ, എപ്പോഴും ഒന്ന് റിവിഷൻ ചെയ്യത്തക്ക രീതിയിലൊക്കെ നോട്ടിലൊന്ന് കുറിച്ച് വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു വട്ടം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ മറക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് പഠിക്കുക. എങ്ങനെയാണ് അവിടെ നമ്മൾ പറഞ്ഞത്? തന്നിരിക്കുന്ന വർഷത്തെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സിസ്റ്റം എന്ന് പറയുന്ന 1 ആണെങ്കിൽ 6 കൂട്ടുക, 2ഉം 3ഉം ആണെങ്കിൽ 11 കൂട്ടുക, പിന്നെ 0 ആണെങ്കിൽ 28 കൂട്ടുക. അതെങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്ന് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു രീതിയും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ അതൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. 3ാമത്തെ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ആ ചോദ്യങ്ങളും നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കും. മാത്സ് എന്ന് പറയുന്ന ഭാഗം എളുപ്പമാക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക വഴിയാണ്. ഇത് തന്നെയാണ് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രീവിയസ് ചെയ്താൽ തന്നെ കുറെ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.